നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. അർജുന്റെ കുടുംബവും മനാഫും തമ്മിലുള്ള വിഷയം കത്തി നിൽക്കുകയാണിപ്പോൾ. സോഷ്യൽ മീഡിയയിൽ മിക്കവരും മനാഫിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ അർജുന്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തിട്ടും ജനങ്ങൾ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടു കൂട്ടരും ഇപ്പോൾ ചെയ്യുന്ന കാര്യം മികച്ചതാണെന്ന് കരുതുന്നുണ്ടോ? ഇതിൽ ശരി ആരുടെ പക്ഷം, തെറ്റ് ആരുടെ പക്ഷം എന്നതല്ല ഞാനിവിടെ പറയുന്നത്. അർജുന്റെ ചിത കത്തി ചൂടാറുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു പരാമർശം, ഇത്തരത്തിലൊരു വിവാദത്തിന് എന്തിന് തിരികൊളുത്തി എന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപക്ഷെ അർജുന്റെ കുടുംബത്തിന് മനാഫിന്റെ ചില പ്രവൃത്തികളോട്, ചില പരാമർശങ്ങളോടൊക്കെ എതിർപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ ലളിതമായി സംസാരിച്ച് തീർക്കാവുന്ന കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നാൽ ആ മരണ വീട്ടിൽ വെച്ച് നിങ്ങളൊരു പത്രസമ്മേളനം നടത്തി. നിങ്ങളുടെ പ്രശ്നങ്ങൾ, അതായത് മനാഫുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളോട് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഒരു വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് എന്ന് മനസ്സിലായിരുന്നില്ലേ? വർഗീയപരമായിട്ട് പോലും ഈ വിഷയത്തെ സമീപിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരുടെ എല്ലാവരുടെയും പ്രശ്നം മനാഫ് എന്ന പേരായിരിക്കാം. അർജുന്റെ കുടുംബം അത്തരത്തിൽ ചിന്തിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കരുതുന്നുമില്ല അങ്ങനെ. ചില പ്രശ്നങ്ങളും ചില പ്രയാസങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടാം. മനാഫിന്റെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങളെ ചൊടിപ്പിച്ചിരിക്കാം. പക്ഷെ അത് രമ്യതയിൽ പരിഹരിക്കാമായിരുന്നല്ലോ എന്നാണ് എന്റെ ചോദ്യം. എന്നാൽ നിങ്ങൾ ചെയ്തതോ ജനങ്ങൾക്ക് സംസാരിക്കാൻ മറ്റൊരു വിഷയം ഇട്ടുകൊടുത്തു. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനടക്കം ഭൂരിപക്ഷം മലയാളികളും മനാഫിനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന കാര്യം പോലും അറിയുന്നത്. ഇപ്പോൾ ആ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെറും 10,000 മാത്രം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത ആ യൂട്യൂബ് ചാനൽ 2 ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെയാണ് നേടിയെടുത്തത്. ഇത് മനാഫിന് ജനപിന്തുണ ഉറപ്പാക്കുകയാണ് ചെയ്തത് എന്ന് മാത്രം. ഒപ്പം നിങ്ങൾക്കെതിരെ സൈബർ ആക്രമണവും നടക്കുന്നു. ഒരു സംഭവം ഇതിനോട് ചേർത്ത് പറയാനുണ്ട്. സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കുടുംബം പരാതി നൽകിയത്. വർഗീയ അധിക്ഷേപവും നടക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. അർജുന്റെ കുടുംബം നൽകിയ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടന്നു എന്നതാണ് കുടുംബം പറയുന്നത്. സഹിക്കാനാകാത്ത വിധത്തിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന് അഞ്ജു നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരിയാണ്, ഇവരുടെ വാർത്താ സമ്മേളനത്തിന് താഴെ വന്ന കമന്റുകളെല്ലാം ഇവരെ മോശമായി ചിത്രീകരിച്ചതുകൊണ്ടാണ്. എന്നാൽ മനാഫിന് സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്നും വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ മനാഫിനെതിരെ കലാപാഹ്വാനത്തിന് പോലും ഇവർ പോലീസിൽ പരാതിപ്പെട്ടു എന്നതാണ്. കാരണം വലിയൊരു കുറ്റകൃത്യമാണ് മനാഫ് നടത്തിയത് എന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ഇനിയും ഈ കേസ് മുന്നോട്ട് പോവുകയും വിവാദം ഇനിയും കത്തുന്നൊരു സാഹചര്യവുമാണ് ഇപ്പോഴുള്ളത്. അതേസമയം ഇതേ വിഷയത്തിൽ മനാഫ് നടത്തിയ പ്രതികരണവും ശ്രദ്ധേയമാണ്. ഇന്നലെ മനാഫ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പത്രസമ്മേളനം വിളിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിരൂരിൽ മരിച്ച അർജുന്റെയോ കുടുംബത്തിന്റെയോ പേരിൽ ഒരാളോടും 5 പൈസ വാങ്ങിയിട്ടില്ലെന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു ലോറി ഉടമ മനാഫ് ചെയ്തത്. തന്റെ വാക്കുകളോ ഇടപെടലുകളോ അർജുന്റെ കുടുംബത്തെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അർജുന്റെ കുടുംബം തന്റെ കുടുംബത്തിന്റെ കൂടി ഭാഗമാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. സഹോദരൻ മുബിൻ അടക്കമുള്ള കുടുംബാംഗങ്ങളോടൊപ്പമാണ് മനാഫ് മാധ്യമങ്ങളെ കണ്ടത്. യൂട്യൂബ് വഴിയോ അല്ലാതെയോ പണപ്പിരിവ് നടത്തുകയോ സഹായം ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ആരോടെങ്കിലും 1 രൂപ വാങ്ങിയെന്ന് തെളിയിച്ചാൽ മാനാഞ്ചിറ മൈതാനിയിൽ വന്ന് നിൽക്കാം, തന്നെ കല്ലെറിഞ്ഞു കൊന്നാളൂ എന്നാണ് മനാഫ് പറയുന്നത്. അർജുൻ ഓടിച്ചിരുന്ന ലോറി അനുജൻ മുബീന്റെ പേരിലാണ്. പിതാവ് നടത്തിയിരുന്ന ബിസിനസ്സാണ് താനും മുബീനും ഇപ്പോൾ ഒരുമിച്ച് നടത്തുന്നത്. വാഹനങ്ങൾ വാങ്ങുന്നത് മുബീന്റെ പേരിലാണ്. കുടുംബ ബിസിനസിനെ കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. താനാണിപ്പോൾ കുടുംബനാഥനെന്നും തനിക്ക് അതിൻ്റെതായ കടമകളുണ്ടെന്നും മനാഫ് പറയുന്നു. ഇക്കാര്യങ്ങൾ തന്നെ സമീപമിരുന്ന മുബീനും ആവർത്തിക്കുകയാണ് ചെയ്തത്. മനാഫ് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വളരെ സമാധാനത്തോടെ അദ്ദേഹം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനി വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. മനാഫ് അർജുന്റെ മരണത്തിലെ വൈകാരികത വിറ്റ് ഫണ്ട് ശേഖരിക്കുന്നു എന്ന ആരോപണത്തെ നിർബാധം തള്ളിക്കളഞ്ഞുകൊണ്ട് തെളിവുകൾ നിരത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഫണ്ട് അർജുന്റെ മകന്റെ പേരിൽ നൽകാൻ കഴിയുമോ എന്ന് ആ കുടുംബത്തോട് ചോദിക്കുക മാത്രമായിരുന്നു ചെയ്തത് എന്നും പറയുന്നുണ്ട്. പിന്നെ അവർ ഉന്നയിച്ച കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും തന്റേതായ വേർഷൻ വിവരിക്കുകയായിരുന്നു മനാഫ് ചെയ്തത്. ബത്ത അടക്കം 75,000 രൂപ അർജുന് കൊടുത്തതിന്റെ തെളിവ് തന്റെ കൈവശമുണ്ടെന്നും മനാഫ് പറയുന്നുണ്ട്. കൂടാതെ ഇൻഷുറൻസ് തുക കിട്ടാൻ ഇത് ഉപകരിക്കുമെന്ന് മനസ്സിലാക്കിയാണ് താൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നും മനാഫ് പറയുന്നുണ്ട്. ഇതിലൂടെയൊക്കെ മനാഫ് ലക്ഷ്യം വെച്ചത് അർജുന്റെ കുടുംബത്തിന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് മാത്രമാണ്. അതാണ് മലയാളികൾക്ക് മനസ്സിലായ ഒരു കാര്യം. എന്നാൽ മനാഫ് ഇപ്പോൾ പറയുന്ന തരത്തിലുള്ള ഒരു സഹായത്തിന്റെ ആവശ്യവും ഇല്ല എന്നാണ്
കുടുംബം പറയുന്നത്. സംസ്ഥാന സർക്കാരും മറ്റ് സൗകര്യങ്ങളും എല്ലാം അവർക്കുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവർക്ക് അത്ര ദാരിദ്ര്യമില്ലെന്നും തങ്ങളുടെ വൈകാരികതയെ വിറ്റ് കാശാക്കരുത് എന്നും അവർ ആവശ്യപ്പെടുമ്പോൾ വളരെ പ്രസക്തമായ ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഒന്നടക്കം ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിന് ഗവൺമെന്റ് വെച്ചു നീട്ടിയ ജോലി അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ സ്വീകരിച്ചു എന്നതാണത്. ഭർത്താവിന്റെ വിയോഗത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താവിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ ജോലിയിൽ പ്രവേശിച്ചത് എന്തിനാണെന്നാണ് ആ ചോദ്യം. ആ ജോലി അർജുന്റെ ഭാര്യയ്ക്ക് നേരെ വെച്ചു നീട്ടിയത് ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ വ്യക്തി എന്നതിലപ്പുറം അത് മലയാളികളുടെ പ്രിയപ്പെട്ട അർജുനായത് എല്ലാം ഈ വൈകാരികതയുടെ പുറത്താണ്. ആ വൈകാരികത തന്നെയാണ് 72-ാം നാൾ അർജുനെ ഗംഗാവലിയുടെ ആഴങ്ങളിൽ നിന്നും തിരികെ മലയാള നാട്ടിലേക്ക് കൊണ്ടുവന്നതും. മനുഷ്യൻ ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു ജീവിയല്ലല്ലോ, അവൻ ഹൃദയം കൊണ്ടും ചിന്തിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം ബുദ്ധി കൊണ്ട് ലോജിക്കലായിട്ട് ചിന്തിക്കണമെന്നൊക്കെ, പക്ഷെ ഒരിക്കലും നമുക്കത് ചെയ്യാനാകില്ല. പിന്നീട് നമ്മൾ ഈ മനുഷ്യത്വം, സ്നേഹം, ദയ എന്നൊക്കെ പറയുന്ന വികാരങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക? അർജുന്റെ കുടുംബത്തിനോട് മലയാളി കാണിച്ച അതേ വൈകാരികതയുടെ ഒരു അംശം മാത്രമാണ് മനാഫിലേക്കും കടന്നു കയറിയത്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയിരുന്നെങ്കിൽ അത് വീണ്ടും ഞാൻ പറയുകയായിരുന്നു, രമ്യതയിൽ പരിഹരിക്കാമായിരുന്നു. അല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ വിചാരണയ്ക്ക് ഒരു കുടുംബത്തെയും വ്യക്തിയെയും ഇട്ടുകൊടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. മനാഫ്, താങ്കൾ ക്ഷമ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ വിവാദം ഗൗരവകരമായ ഒരു തലത്തിലേക്ക് എത്തിയെങ്കിൽ പോലും താങ്കൾ ഇതിന് ക്ഷമ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ എന്തെങ്കിലും തെറ്റ് അറിയാതെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കണമെന്നും ആ കുടുംബം തന്റെ കുടുംബമാണെന്നും ആവർത്തിക്കുമ്പോൾ വീണ്ടും മനാഫ് ജനങ്ങളുടെ ഹൃദയത്തിൽ കഴിയുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിൽ അർജുന്റെ ചിത്രം ഉപയോഗിക്കുന്നു എന്ന അവരുടെ പരാതി മനസ്സിലാക്കിക്കൊണ്ട് ആ ചിത്രം റിമൂവ് ചെയ്തു എന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയപ്പോൾ കണ്ടതാണ്, ആ ചിത്രം റിമൂവ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു വലിയ തെറ്റായിട്ട് കാണാൻ കഴിയില്ലല്ലോ. അതിന് എല്ലാവർക്കും അവകാശമുണ്ട്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമാണ് യൂട്യൂബ്. അത് പെട്ടെന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും മനാഫിന്റെ യൂട്യൂബിനെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും മാത്രം വിലയിരുത്തി നോക്കുകയാണെങ്കിൽ വലിയൊരു വരുമാനം അദ്ദേഹം അതിലൂടെ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കാനാകില്ല. പെട്ടെന്ന് തന്നെ ഉറ്റവരെ മറന്നു ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ 72 ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് കരുതാനാകുക? മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ കണ്ട് കൈയടിച്ചവരാണ് നമ്മൾ മലയാളികൾ. കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത, സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആ ഗുഹയിലേക്ക് ഇറങ്ങാൻ ധൈര്യം കാണിച്ച കുട്ടേട്ടനെ പോലെ ഉള്ളവരുടെ നാടാണിത്. നമ്മുടെ മലയാളികൾ അങ്ങനെയാണ്. അർജുന്റെ കഥയിൽ മനാഫിനെ നായകനാക്കിയത് മാധ്യമങ്ങൾ തന്നെയാണ്. മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല, അയാളുടെ ആത്മാർത്ഥതയ്ക്ക് ലോകം നൽകിയതാണത്. ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും നിങ്ങൾക്ക് വിമർശിക്കാവുന്നതാണ്. ഒപ്പം ആ വൈകാരികത നിങ്ങളും ഉപയോഗപ്പെടുത്താതിരിക്കുക. വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. മരണാന്തരം നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. ആത്മാവുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും വ്യക്തവുമല്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, അർജുന്റെ ആത്മാവ് ഇത് അറിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും സമാധാനമുണ്ടാകില്ല. അതുകൊണ്ട് ദയവായി ഈ വാദങ്ങളും പ്രതിവാദങ്ങളും അവസാനിപ്പിക്കുക. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞു തീർക്കുക. മനുഷ്യനല്ലേ, പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്ത് കാര്യമാണുള്ളത്? പിന്നെ മറ്റൊരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഇത്ര വലിയൊരു വിഷയമായ, ഇത്രയും മലയാളികൾ ഒരുമിച്ച് നിന്ന ഒരു വലിയൊരു ദൗത്യമായിരുന്നു അർജുൻ്റേത്. 72 ദിവസം നീണ്ട രക്ഷാ ദൗത്യത്തിന് ശേഷം അർജുന്റെ ശരീരം നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആ കാഴ്ചയൊക്കെ വളരെ ഹൃദയഭേദകമായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ മനുഷ്യരെല്ലാവരും, അതായത് മലയാളികൾ എല്ലാവരും ഒരുമിച്ച് നിന്ന ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു വിവാദത്തിന് അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.